ഹായ് സുഹൃത്തുക്കളെ, ഐപ്ലസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ടെക്നിക്കൽ അസിസ്റ്റന്റ് ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്റർ, അതായത് ISROയുടെ കീഴിൽ വരുന്ന LPSCയിലേക്ക് ടെക്നിക്കൽ അസിസ്റ്റന്റ് അതുപോലെ തന്നെ ടെക്നീഷ്യൻ പല തസ്തികകളിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള വിൻഡോ ഉടനെ തന്നെ ഓപ്പൺ ആവും. 18-ാം തീയതി മുതൽ, ഓഗസ്റ്റ് 18 മുതൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്കതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. തിരുവനന്തപുരത്ത് വലിയമലയിലും അതുപോലെ ബംഗളൂരുവിലും ആണ് ഈ വേക്കൻസികൾ ഉള്ളത്. നമുക്ക് അതിന്റെ ടെക്നിക്കൽ അസിസ്റ്റന്റിന്റെയും ടെക്നീഷ്യന്റെയും വിശദാംശങ്ങളിലേക്ക് പോകാം. പത്രങ്ങളിൽ വന്നിട്ടുള്ള അഡ്വർടൈസ്മെന്റ് ആണ് ഇപ്പൊ നമ്മുടെ മുന്നിൽ ഉള്ളത്. LPSCയുടെ വെബ്സൈറ്റിൽ അത് ഉടനെ തന്നെ അപ്പാവും. LPSCയുടെ വെബ്സൈറ്റിൽ ചെന്നാൽ നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കും. നിലവിൽ വെബ്സൈറ്റിൽ ഇല്ല, അത് ഉടനെ ഉണ്ടാവും. അപ്പോ ആദ്യത്തേത് ടെക്നിക്കൽ അസിസ്റ്റന്റ് മെക്കാനിക്കൽ. ടെക്നിക്കൽ അസിസ്റ്റന്റ് മെക്കാനിക്കൽ പോസ്റ്റ് നമ്പർ 813 ആണ്. ശ്രദ്ധിക്കുക, ആകെ 6 വേക്കൻസികളാണ് ഉള്ളത്. കംപ്ലീറ്റ് ആയിട്ട് 6 വേക്കൻസികളാണ് ഉള്ളത്. തിരുവനന്തപുരത്ത് വലിയമലയിൽ 3 വേക്കൻസിയും ബംഗളൂരുവിൽ 3 വേക്കൻസിയും. തിരുവനന്തപുരത്ത് അൺറിസേർവ്ഡ് 2ഉം EWS 1ഉം അങ്ങനെയാണ്. ബംഗളൂരുവിൽ അൺറിസേർവ്ഡ് 1, OBC 1, EWS 1 അങ്ങനെയാണ് ടെക്നിക്കൽ അസിസ്റ്റന്റ് മെക്കാനിക്കലിന്റെ സ്കെയിൽ വരുന്നത്. അപ്പൊ ഇതിന്റെ പേ മെട്രിക്സ് നോക്കുക. 44,900 മുതൽ 1,42,400 വരെയുള്ള ഒരു മികച്ച പേ സ്കെയിലാണ് LPSCയുടെ ടെക്നിക്കൽ അസിസ്റ്റന്റ് പോസ്റ്റിനുള്ളത്. നമുക്കറിയാം സയന്റിസ്റ്റ് പോസ്റ്റ് ഉണ്ട്, അതിന്റെ തൊട്ട് താഴെയുള്ള ഒരു ഗ്രേഡാണ് ടെക്നിക്കൽ അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. പിന്നെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? 3 ഇയർ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിത്ത് ഫസ്റ്റ് ക്ലാസ്. അപ്പോ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ 3 വർഷത്തെ ഡിപ്ലോമ ഉണ്ടാവണം എന്നുള്ളതാണ് എസെൻഷ്യൽ ആയിട്ട് പറയുന്ന ക്വാളിഫിക്കേഷൻ. അപ്പൊ ഡിപ്ലോമ വേണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഡിപ്ലോമ കഴിഞ്ഞിട്ട് നിങ്ങൾ ബിടെക് ഒക്കെ ഉണ്ടെങ്കിൽ പ്രശ്നമില്ല. ഡിപ്ലോമ നിങ്ങൾക്ക് ഒരു ക്വാളിഫിക്കേഷൻ ആയിട്ട് വേണം, എങ്കിൽ ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അപ്പൊ ഡിപ്ലോമ നിലവാരത്തിലുള്ള ഒരു പരീക്ഷയായിരിക്കും ഇതെന്ന് മനസ്സിലാക്കുക. ഐപ്ലസിന്റെ ടെക്നിക്കൽ അസിസ്റ്റന്റ് മെക്കാനിക്കലിന്റെ കോഴ്സ് ഐപ്ലസിലുണ്ട്. നിങ്ങൾക്ക് അതിൽ ഇപ്പോൾ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് മെക്കാനിക്കൽ കൂടാതെ കെമിക്കലിലും വിളിച്ചിട്ടുണ്ട്. ഒരു വേക്കൻസിയാണുള്ളത്. വലിയമലയിലാണ് ഒരു വേക്കൻസി. അപ്പൊ ടെക്നിക്കൽ അസിസ്റ്റന്റ് മെക്കാനിക്കലും ടെക്നിക്കൽ അസിസ്റ്റന്റ് കെമിക്കലും ആണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. ഇനി ടെക്നീഷ്യൻ ഗ്രേഡിലേക്ക് ശ്രദ്ധിക്കുക. ഇലക്ട്രോണിക് മെക്കാനിക് ടെക്നീഷ്യൻ ഗ്രേഡിലേക്ക് ബംഗളൂരുവിൽ ഒരു വേക്കൻസി ഉണ്ട്. ITI ഇലക്ട്രോണിക് മെക്കാനിക്കലുള്ള ITI ട്രേഡ് പഠിച്ചിട്ടുള്ള ആളുകൾക്ക് അതിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഫിറ്റർ ട്രേഡില് ടെക്നീഷ്യൻ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ടെക്നീഷ്യൻ B ലെവലാണ്. 9 വേക്കൻസികൾ ആകെ ഉണ്ട്. അതിൽ വലിയമലയിൽ 5 വേക്കൻസി ഉണ്ട്. 5 വേക്കൻസിയും അൺറിസേർവ്ഡ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. ബംഗളൂരുവിൽ 4 വേക്കൻസി ഉണ്ട്. 1 അൺറിസേർവ്ഡ്, OBC 2, SC 1 എങ്ങനെയാണ്? എന്താണ് ക്വാളിഫിക്കേഷൻ? ഫിറ്റർ ട്രേഡിന്റെ ടെക്നീഷ്യൻ അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 10ാം ക്ലാസ് വിജയിക്കണം. അത് കഴിഞ്ഞിട്ട് ITI ഫിറ്റർ ട്രേഡിൽ വേണം. NCVT സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഇക്വലന്റ് ആയിട്ടുള്ള SCVT സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഉണ്ടാവണം. ITI പാസ് ആവണം. 10ാം ക്ലാസ്സും പഠിച്ചിട്ടുണ്ടാവണം എന്നുള്ളതാണ് ഫിറ്റർ ട്രേഡിന്റെ ക്വാളിഫിക്കേഷൻ. വലിയമലയിൽ 5 വേക്കൻസി ഉണ്ടെന്ന് മനസ്സിലാക്കുക. പിന്നെ ഡ്രാഫ്റ്റ്സ്മാൻ മെക്കാനിക്കൽ ടെക്നീഷ്യൻ കഴിഞ്ഞു. ഡ്രാഫ്റ്റ്സ്മാൻ മെക്കാനിക്കലിന്റെ വേക്കൻസി ഉണ്ട്. വലിയമലയിൽ ഒരു വേക്കൻസിയാണ്. ഡ്രാഫ്റ്റ്സ്മാൻ മെക്കാനിക്കലിലുള്ള ITI ആണ് അതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. പിന്നീട് ഫയർമാൻ വിളിച്ചിട്ടുണ്ട്. ഫയർമാന്റെ ഒരു വേക്കൻസിയാണ് വലിയമലയിലുള്ളത്. ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ടാവണം. 10ാം ക്ലാസ് പാസ്സായിരിക്കണം എന്നുള്ളതേ ഉള്ളൂ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ. ഫിസിക്കൽ ഫിറ്റ്നസ് ആ ടെസ്റ്റ് പാസ്സാവണം എന്നുള്ളതൊക്കെയാണ് അതിന്റെ ക്വാളിഫിക്കേഷൻ. ഇനി വെബ്സൈറ്റ് ശ്രദ്ധിക്കുക. www.lpsc.gov.in എന്നുള്ള വെബ്സൈറ്റിലാണ് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റുകളും വരിക. അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഓഗസ്റ്റ് 18 മുതലാണ്. ഓഗസ്റ്റ് 18 മുതൽ നവംബർ 4 വരെയുള്ള കാലയളവില് നിങ്ങൾക്ക് അപ്ലൈ ഓഗസ്റ്റ് 18 ഉച്ചയ്ക്ക് 2 മണി മുതൽ നവംബർ 4-ാം തീയതി ഉച്ചയ്ക്ക് 2 മണി വരെ അപ്ലൈ ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ഈ സമയത്ത് ഈ വെബ്സൈറ്റിൽ ചെന്നിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഏജ് ലിമിറ്റ് ജനറൽ കാറ്റഗറി ആണെങ്കിൽ 35 വയസ്സാണ്. ടെക്നിക്കൽ അസിസ്റ്റന്റിനും ടെക്നീഷ്യനും ഡ്രാഫ്റ്റ്സ്മാനും ഒക്കെ ഉള്ള ഏജ് ലിമിറ്റ് 35 വയസ്സാണ്. അത് ഏജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നവംബർ 4-ാം തീയതിയുടെ ഈ 2026 നവംബർ 4 സമയത്ത് നിങ്ങൾക്ക് 35 വയസ്സുണ്ടെങ്കിൽ അതിന് താഴെയാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ജനറൽ കാറ്റഗറി OBC SC ST കാർക്കൊക്കെ യൂഷ്വലി കേന്ദ്ര സർക്കാർ നിയമനങ്ങളിൽ കിട്ടുന്ന ഏജ് റിലാക്സേഷൻ കിട്ടുകയും ചെയ്യും. ഫയർമാൻ എന്നുള്ള ഒരു വേക്കൻസി ഉള്ള ആ ഒരു പോസ്റ്റിന് 25 വയസ്സാണ് അതിന്റെ ഏജ് ലിമിറ്റ് എന്നുള്ള കാര്യം കൂടെ ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് ഐപ്ലസ് ടെക്നിക്കൽ അസിസ്റ്റന്റ് മെക്കാനിക്കലിന് വേണ്ടിയിട്ട് കോഴ്സ് റൺ ചെയ്യുന്നുണ്ട്. വളരെ ക്വാളിറ്റിയുള്ള നിലവാരമുള്ള ക്ലാസ്സുകൾ എക്സ്പെർട്ട് ഫാക്കൽറ്റി ടീമിന്റെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിൽ വിളിക്കുക. കൃത്യമായിട്ട് അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അപ്ലൈ ചെയ്യാൻ മറക്കണ്ട. നന്നായിട്ട് പഠിക്കുക. നല്ലൊരു ഓപ്ഷനാണ്. നമ്മുടെ നാട്ടിൽ തന്നെ നമുക്കൊരു ജോലി കിട്ടും. അതൊരു കേന്ദ്ര സർക്കാർ ജോലിയാണ്. അപ്പോൾ ഒട്ടും വൈകണ്ട. നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക്